ഹലോ, ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്ന ഒരു കഹാനിയാണ് ക്ലാസ് 9th പക്ഷി और दीमक। एक था पक्षी, ഒരു കിളി ഉണ്ടായിരുന്നു. वह नीले आसमान में खूब ऊंचाई पर उड़ता जा रहा था. ആ കിളി നീല ആകാശത്തെ മുകളിലോട്ട് ഇങ്ങനെ ഉയരത്തേക്ക് ഇങ്ങനെ പറന്നു പോവായിരുന്നു. उसके साथ उसके पिता और मित्र भी थे. അതിന്റെ കൂടെ അതിന്റെ അച്ഛനും അതിന്റെ കൂട്ടുകാരനും ഉണ്ടായിരുന്നു. सब बहुत ऊंचाई पर उड़ने वाले पक्षी थे. എല്ലാം മാനത്തേക്ക് മേളിൽ പറക്കുന്ന പക്ഷികളായിരുന്നു. उनकी निगाहें भी बड़ी तेज थी. അവരുടെ കാഴ്ച ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. उन्हें दूर दूर की भनक और दूर दूर की महक भी मिल रही थी. അവർക്ക് ദൂരെ കാര്യങ്ങളും ദൂരത്തെ മണമെല്ലാം അറിയുന്നുണ്ടായിരുന്നു. एक दिन वह नौजवान पक्षी जमीन पर चलती हुई एक बैलगाड़ी को देख लेती है. ഒരു ദിവസം ഈ കിളി താഴെ നടന്നു പോകുന്നുണ്ടെന്ന ഒരു കാളവണ്ടിയെ കാണും. കാളവണ്ടിക്കാരനെ കാണും. उसमें बड़े बड़े बोरे भरे हुए थे. അതിനകത്ത് വലിയ വലിയ ചാക്ക് നിറഞ്ഞിരുന്നു. गाड़ी वाला चिल्ला चिल्ला कर कहता है, दो दीमके लो एक पंख दो, दो दीमके लो एक पंख दो. കടക്കാരൻ ഇങ്ങനെ വിളിച്ചു പറയായിരുന്നു, दो दीमके लो एक पंख दो. उस नौजवान पक्षी को दीमकों का शौक था. वैसे तो ऊंचे उड़ने वाले पक्षियों को हवा में ही बहुत से कीड़े तैरते हुए मिल जाते हैं, जिन्हें खाकर वे अपनी भूख थोड़ी बहुत शांत कर लेते हैं. वैसे तो ऊंचे उड़ने പക്ഷിയോ കുറെ ഉയരത്ത് പറക്കുന്ന പക്ഷികള് ഈ കാറ്റത്ത് നിന്ന് തന്നെ അവർക്ക് വല്ല പ്രാണികളോ അത് ഇതെല്ലാം കിട്ടി ഇവരെ വയറ് കുറെയൊക്കെ നിറയും. ലേക്കിൻ ദീമക്കെ സിർഫ് जमीन पर मिलती है. പക്ഷെ ഈ ദീമക്കെ എന്ന് പറഞ്ഞത് നമുക്ക് जमीनिले കിട്ടത്തുള്ളൂ. कभी कभी पेड़ों पर जमीन से तने पर चढ़कर ऊंची डाल तक वे अपना मटियाला लंबा घर बना लेती. लेकिन ऐसे कुछ ही पेड़ होते और वे सब एक जगह नहीं मिलते. लेकिन दीमके सिर्फ जमीन पर मिलती है. दीमके चदल जमीन पर ही मिलती है. कभी कभी पेड़ों पर जमीन से ചില നേരത്ത് മരത്തുമേക്ക് जमीन കേറി മേലോട്ട് പോകും. പക്ഷെ എല്ലാം മരത്തെ അത് കിട്ടില്ല. नौजवान पक्षी को लगा यह बहुत बड़ी सुविधा है कि एक आदमी दीमकों को बोरे में भर के बेच रहा है. അപ്പൊ ഇവ ഓർത്ത് ഇത് ചാക്കിനകത്തിട്ട് വിൽക്കുവാണ്. वह अपनी ऊंचाई छोड़कर मंडराता हुआ नीचे उतरता है और पेड़ की एक डाली पर बैठ जाता है. അത് മേളിന്ന് പറന്നു വന്നൊരു മരത്തിന്റെ डाल वന്ന് ഇരിക്കും, കൊമ്പെ വന്നിരിക്കും. दोनों का सौदा तय हो जाता है. अपनी चोंच से एक पर को खींचकर तोड़ने में उसे तकलीफ होती है. രണ്ടുപേരും അവരുടെ ഇത് അവരെന്താ ചെയ്യേണ്ടത് അവർ രണ്ടുപേരും തീരുമാനിക്കും, സौदा ചെയ്യാൻ തീരുമാനിക്കും, कचौड़न ചെയ്യാൻ. अपनी चोंच से एक पर को खींचकर तोड़ने में उसे तकलीफ होती है, लेकिन उसे वह बर्दाश्त कर लेता है. मुंह में बड़े स्वाद के साथ दो दीमक दबाकर वह पक्षी फुर से उड़ जाता है. അപ്പോ ഒരു പക്ഷിയുടെ ഒരു പങ്ക് കൊടുക്കുമ്പോൾ അതിന് രണ്ട് ദീമക്ക് കിട്ടും. അത് ആ പങ്ക് വലിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും രണ്ട് ദീമക്ക് കിട്ടിയതിന്റെ സന്തോഷത്തില് पक्षी फुर से उड़ जाता है. एक किड़ी പറന്നു പോകും. अब उस पक्षी को गाड़ी वाले से दो दीमके खरीदने और एक पर दोनों में बड़ी आस. अब उस पक्षी को गाड़ी वाले से दो दीमके खरीदने और एक पर देने में बड़ी आसानी मालूम हुई. वह रोज तीसरे पहाड़ नीचे उतरकर और गाड़ी वालों को यह पंख देकर दो दीमके खरीद लेता. അപ്പൊ ഇത് ഭയങ്കര എളുപ്പം തോന്നി. ഒരു പങ്ക് കൊടുത്താൽ മതിയല്ലോ, ഒരു ചെറിയ ഫെദർ കൊടുത്താൽ മതി, ഇത് രണ്ട് ദീമക്ക് കിട്ടും. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് 3 ദിവസം കൂടുമ്പോ ഇതിങ്ങനെ उच्च നേരത്ത് വന്നിട്ട് വാങ്ങിക്കാൻ തുടങ്ങി. कुछ दिनों तक ऐसा ही चलता रहा. एक दिन उसके पिता ने देख लिया. उसने समझाने की कोशिश की, बेटे दीमके हमारा स्वाभाविक आहार नहीं है और उसके लिए अपने पंख तो ഹർഗീസ് നെയ്യ് ചെയ്യുന്ന ചെയ്യുക. അതപ്പോ അത് നമ്മുടെ സ്റ്റേപ്പിൾ ഡയറ്റ് പോലെയല്ല. അപ്പൊ ഒരിക്കലും നമ്മൾ അതിന്റെ നമ്മുടെ ഫെദർ കൊടുത്തിട്ട് വാങ്ങിക്കാൻ പാടില്ല. लेकिन उस नौजवान पक्षी ने बड़े ही गर्व से अपना मुंह दूसरी ओर कर लिया. അത് ഇഷ്ടപ്പെട്ടില്ല അവരെ മൂത്ത ആൾക്കാർ പറഞ്ഞു. उसे जमीन पर उतरकर दीमक खाने की चट लग गई है. അതിനാണെങ്കിൽ ഇറങ്ങി വന്ന് ദീമക് തിന്നേണ്ട ഒരു ഹാബിറ്റ് ആയി പോയായിരുന്നു. अब उसे ना तो दूसरे कीड़े अच्छे लगते, ना फल, ना अनाज के दाने. दीमकों का शौक अब उस पर हावी हो गया था. ഇനിയിപ്പോ വേറെ ഒരു സാധനം ഇഷ്ടമല്ലായിരുന്നു, ഈ ദീമക് അല്ലാണ്ട് ഒരു സാധനം ഇഷ്ടമല്ലായിരുന്നു. लेकिन ऐसा कितने दिन तक चलता. उसके पंखों की संख्या लगातार घटती चली जा रही थी. ഇതിങ്ങനെ എത്ര നാൾ കൊടുക്കും, കാരണം ഇതിന്റെ ഇങ്ങനെ ഫെദേഴ്സ് കുറഞ്ഞോണ്ട് പോകും. अब वह ऊंचाई पर अपना संतुलन साध नहीं सकता, ना बहुत समय तक पंख से उसे सहारे दे सकता.
അപ്പൊ ഇപ്പൊ ഈ पंख കുറഞ്ഞോണ്ടിരിക്കുമ്പോ ഇതിന് പറക്കേണ്ട शेषी കുറഞ്ഞു തുടങ്ങി. आकाश यात्रा के दौरान उसे जल्दी जल्दी पहाड़ी चट्टानें, पेड़ों की चोटियां, गुबंदों और बुर्जों पर हाफते हुए बैठ जाना पड़ता. കാരണം ഇതിപ്പോ ഇനിയിപ്പോ ഈ ഇതെല്ലാം ഇല്ലാത്തോണ്ട് ഇതിന് പറക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇത് കുറച്ച് പറക്കുമ്പോഴേക്കും പിന്നെ അവിടെ ഇവിടെയും പോയി ഇരിക്കാൻ തുടങ്ങും. उसके परिवार वाले तथा मित्र ऊंचाई पर तैरते हुए आगे बढ़ जाते. वह बहुत പിछड़ जाता. അപ്പൊ എന്റെ ഫാമിലി ഒക്കെ മുന്നോട്ട് പോകുമ്പോ അവൻ ബാക്കിൽ പോകും. फिर भी दीमक खाने का उसका शौक कम नहीं हुआ. നാലും ദീമക്ക് തിന്നുന്ന അവന്റെ ആഗ്രഹം കുറഞ്ഞില്ല. दीमकों के लिए गाड़ी वालों को वह अपने पंख तोड़ तोड़ कर देता रहा. ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തോണ്ടിരുന്നു. फिर उसने सोचा कि आसमान में उड़ना ही फिजूल है. वह मूर्खों का काम है. उसकी हालत यह थी कि अब वह आसमान में उड़ नहीं सकता था. അപ്പൊ ഇനിയിപ്പോ അവന് തോന്നാൻ തുടങ്ങി, ഓ മണ്ടന്മാരാണ് ഈ മാനത്ത് പറക്കുന്നത്, പറക്കാനുള്ള ശേഷിയെല്ലാം തീർന്നു കഴിഞ്ഞായിരുന്നു. वह सिर्फ एक पेड़ में उड़कर दूसरे पेड़ तक पहुंच पाता. ഒരു മരത്തിന് മറ്റേ മരത്തിൽ പറക്കാനുള്ള കഴിവുണ്ടായിരുന്നു. धीरे धीरे उसकी यह शक्ति भी कम हो गई. पदके पदके की शक्ति गई. और एक समय ऐसा है जब वह बड़ी मुश्किल से पेड़ ही एक डाल से लगी हुई दूसरी डाल पर चलकर इधर उधर पहुंचता. लेकिन दीमक खाने का शौक नहीं बना. അപ്പൊ ഇപ്പൊ അത്ര അവന്റെ കണ്ടീഷൻ അയച്ചാൽ അവൻ ഒരു മരത്തുനിന്ന് മറ്റേ മരത്തിലേക്ക് വരെ ചാടാൻ പറ്റാണ്ടായി. ഒരു കൊമ്പ് മറ്റേ കൊമ്പിലേക്ക് നീങ്ങി അവിടെ ഇരുന്നു. പക്ഷെ ദീമക്ക് കഴിക്കുന്ന അവന്റെ ഷോക്ക് അവന് മാറ്റാൻ പറ്റിയില്ല. बीच बीच में गाड़ी वाला बुत्ता दे जाता. वह कहीं नजर में ना आता. പക്ഷി उसके इंतजार में घुलता रहता. ഇടയ്ക്കിടയ്ക്ക് ഇവൻ വരാണ്ടിരിക്കുമ്പോ ഈ കിളി ഇങ്ങനെ കാത്തിരുന്ന് മടുത്തു പോകും. लेकिन दीमकों का शौक जो उसे था, उसने सोचा मैं खुद दीमकें ढूंढूंगा. इसलिए वह पेड़ से उतरकर जमीन पर आ गया और घास के एक लहराते गुच्छे में सिमट कर बैठ गया. അപ്പൊ ഇനി ഞാൻ തന്നെ ഈ ദീമക്കിന് മണ്ണിൽ ഇറങ്ങി തപ്പാന്ന് വന്നിട്ട് ഇത് മണ്ണിലോട്ട് ഇറങ്ങിയിട്ട് അവിടെ ഒരു घास के एक लहराते गुच्छे में सिमट कर बैठ गया. फिर एक दिन उसी पक्षी के जी में ना मालूम क्या हुआ, वह खूब मेहनत से जमीन से एक दीमके चुन चुन कर खाने के बजाय उन्हें इकट्ठा करने लगा. अब उसके पास दीमकों के ढेर हो गए. फिर एक दिन उस पक्षी के जी में ना मालूम क्या हो गया, എന്താ തോന്നിയെന്നറിയില്ല, കുറെ കഷ്ടപ്പെട്ടിട്ട് ഈ മണ്ണെന്നല്ല ഈ ചതലുകൾ इकट्ठा ചെയ്ത് मीन्स कलेक्ट ചെയ്ത് उन्हें इकट्ठा करने लगा. अब उसके बाद दीमकों का ढेर हो गया. फिर एक दिन एकाएक वह गाड़ी वाला दिखाई दिया. पक्षी को बड़ी खुशी. उसने पुकार कर कहा, गाड़ी वाले मैं कब से तुम्हारा इंतजार कर रहा था. ഞാൻ നിന്നെ എത്ര നാളായി കാത്തിരിക്കുന്നു. पहचानी आवाज सुनकर गाड़ी वाला रुक गया. तब पक्षी ने कहा, देखो मैंने कितनी सारी दीमके जमा कर ली. നോക്കിയേ ഞാൻ എന്തോരം ദീമക്ക് जमा ചെയ്തിട്ടുണ്ട്. गाड़ी वाले को पक्षी की बात समझ नहीं आई. उसने सिर्फ इतना कहा, तो मैं क्या करूं. അപ്പൊ ഇവൻ പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യാനാ. मेरी दीमके ले लो और मेरे पंख मुझे वापस कर दो. पक्षी ने जवाब दिया. പക്ഷി പറഞ്ഞു, ഈ ദീമക്കെല്ലാം നീ എടുത്തോ, എന്റെ ഫെദേഴ്സ് എല്ലാം എനിക്ക് തിരിച്ചു തരാൻ പറയും. गाड़ी वाला ठट्ठा कर हंस पड़ा. गाड़ी वाला वंडीकारण चिरिकियां തുടങ്ങി. उसने कहा, बेवकूफ, मैं दीमक के बदले पंख लेता हूँ, पंख के बदले दीमक नहीं. ഞാൻ ദീമക്കിന്റെ പകരം പങ്ക് എടുത്തിരുന്നല്ലോ, പങ്കിന്റെ പകരം ദീമക്കല്ല. गाड़ी वाले ने पंख शब्द पर बहुत जोर दे दिया. ഭയങ്കര ശബ്ദം ഉച്ചരിച്ചു പറഞ്ഞു. ഞാൻ ഇത് കൊടുത്തിട്ട് ഈ പീലികളോ പക്ഷികളുടെ ഈ ഇത് ഫെദേഴ്സ് വാങ്ങിച്ചായിരുന്നത്, മനസ്സിലായോ. അപ്പൊ പറയും गाड़ी वाला चला गया. പക്ഷി चटपटाकर रह गया. गाड़ी वाला कोई पक्षी आണെങ്കിൽ അവിടെ വിഷമിച്ചിരുന്നു പോയി. एक दिन एक काली बिल्ली आई. उसने मुंह में उसे दबा कर चली गई. ഒരു ദിവസം ഒരു കറുത്ത പൂച്ച വന്നിട്ട് ഈ കിളീനെ പിടിച്ചിട്ട് പോയി. तब उस पक्षी का खून टपक टपक कर जमीन पर बूंदों की लकीर बन रहा था. അപ്പോ അങ്ങനെ ആ കിളി ചത്തുപോയി. അപ്പൊ ഇതൊരു നല്ല ഇതായിരുന്നു. ദീമക് ഓർ നല്ലൊരു കഹാനിയായിരുന്നു. ഐ തിങ്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കാണും. പക്ഷി ഓർ ദീമക് എന്ന് പറയുന്നത്. അപ്പോ അവരെങ്ങനെ ഇവര് ജീവിക്കുന്നത് അതുപോലെ ജീവിക്കണം. മറ്റുള്ളവരെ കാര്യം അന്വേഷിച്ച് വേറെ കാര്യങ്ങളിലോട്ട് വേറെ സ്റ്റൈലിൽ ജീവിക്കാൻ പോയപ്പോ ഉള്ളതും കൂടി ഇല്ലാണ്ടായി. ആ കിളി അങ്ങനെ നഷ്ടപ്പെട്ടു എന്നാണ് ഈ കഥ. ഐ തിങ്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും. താങ്ക്സ് ഫോർ വാച്ചിങ്. ഐ ഹോപ്പ് ഇതൊരു നല്ല കഥയായിരുന്നു എന്ന്. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.